ഹലോ എവറി വൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PC. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സിങ് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ അതിലൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയത്, എങ്ങനെയാണ് പ്രോസസ്സിങ് നടക്കുന്നത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണാം. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ കാണുന്നുണ്ട്, അതാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. പിന്നെ CPU അപ്പുറത്ത് ഔട്ട്പുട്ടും ഉണ്ട്. അത് രണ്ടിൻ്റെ ഇടയിലാണ് ഈ CPU ഇരിക്കുന്നത്. CPUക്കകത്ത് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്മാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻസ് ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്ററാക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇൻപുട്ടിലൂടെ ഡാറ്റ നമ്മൾ CPUയിലേക്ക് കൊടുക്കും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. CPUക്കകത്ത് ആദ്യം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറി യൂണിറ്റിലാണ് ആദ്യം അത് എത്തുക, നമ്മുടെ റാമിലാണ് എത്തുക. റാമിലെത്തിയ ഡാറ്റ കൺട്രോൾ യൂണിറ്റ് അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് എത്തിക്കും. അതായത് ചിലപ്പോൾ അരിത്മാറ്റിക് ഓപ്പറേഷൻ ആയിരിക്കും നടക്കാനുള്ളത്, ചിലപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും നടക്കാനുള്ളത്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റിൽ നിന്ന് ഡാറ്റിനെ അരിത്മാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലേക്ക് എത്തിക്കുന്നത്. ഈ യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യാനുള്ളത്, അതിന് അരിത്മാറ്റിക് ഓപ്പറേഷൻ ആവട്ടെ ലോജിക്കൽ ഓപ്പറേഷൻ ആവട്ടെ, അതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് തിരിച്ച് വീണ്ടും കൺട്രോൾ യൂണിറ്റിലെത്തും. കൺട്രോൾ യൂണിറ്റ് നമ്മുടെ മെമ്മറി യൂണിറ്റിലേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പോഴും വെക്കുന്നത് റാമിലായിരിക്കും. എപ്പോഴാണോ നമ്മളത് സേവ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ മാത്രമേ അത് നമ്മളുടെ സെക്കൻഡറി മെമ്മറിയായ ഹാർഡ് ഡിസ്കിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു PPT ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേർഡിലൊരു സം ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളതിനൊരു പേരൊക്കെ കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമേ നമുക്കത് ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഓൺ ആക്കുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പകരം നമ്മൾ അങ്ങനെ അങ്ങോട്ട് സിസ്റ്റം ഓഫാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ റാമിൽ നിന്ന് ഇറേസ് ആയി പോകും. കാരണം അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ കറണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ അതിന് ഇറേസ് ആയി പോകും. പകരം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും എപ്പോൾ വേണമെങ്കിലും. അങ്ങനെ നമ്മുടെ മെമ്മറി യൂണിറ്റിലേക്ക് എത്തി. മെമ്മറി യൂണിറ്റിൽ ഒന്നുകിൽ റാമിലായിരിക്കാം, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡ് ഡിസ്കിലും ആയിരിക്കാം. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഔട്ട്പുട്ടിനുള്ള ആ ഒരു കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പം മാത്രം CPUവിൻ്റെ അകത്തുനിന്ന് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് അതിനകത്തുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻസൊക്കെ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. പ്രൈമറി കമ്പോണൻസ്, കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി കമ്പോണൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഡാറ്റ ഫ്ലോ എങ്ങനെയാണ് ഓരോ ഡിവൈസിൽ നിന്ന് ഫങ്ഷണാലിറ്റീസ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും അണ്ടർസ്റ്റുഡ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്തുള്ള മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ട് യൂണിറ്റാണ് ആദ്യം തന്നെ ഉള്ളത്. അതായത് ഇൻപുട്ട് ഡിവൈസസുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കീബോർഡ്, മൗസ്, സ്കാനർ, അങ്ങനത്തെ ഡിവൈസുകളൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റ് ഉള്ളത്. അത് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU. ഈ CPU ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയപ്പെടുന്നത്. ഇത് നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. മാത്രമല്ല ഇതിനകത്ത് കൺട്രോൾ യൂണിറ്റും അരിത്മാറ്റിക് ലോജിക് യൂണിറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഈ കൺട്രോൾ യൂണിറ്റാണ് ഡാറ്റ ഫ്ലോനെ മാനേജ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് അരിത്മാറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്യും. പിന്നെ വരുന്നതാണ് മെമ്മറി യൂണിറ്റ്. ഒന്ന് RAM, അതായത് റാൻഡം ആക്സസ് മെമ്മറി. ഇത് ടെമ്പററി ഡാറ്റനെയാണ് സ്റ്റോർ ചെയ്യുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് വോളറ്റൈലാണ്. നമ്മൾ എപ്പോഴാണ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നത് അതോടുകൂടി ആ ഡാറ്റ എന്ത് ചെയ്യും, ഇറേസ് ചെയ്ത് പോകും. പിന്നെ ROM ഉണ്ട്, റീഡ് ഓൺലി മെമ്മറി. അത് നോൺ വോളറ്റൈലാണ്. അതിനകത്തുള്ള ഡാറ്റയൊന്നും ഇറേസായി പോകില്ല. കാരണം നമ്മൾ ഈ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ കീപ്പ് ചെയ്യുന്നത് ഈ ROMലാണ്. അത് പെർമനൻറ്റ് ഇൻസ്ട്രക്ഷൻസാണ് സ്റ്റോർ ചെയ്യുന്നത്. ബൂട്ടപ്പ് പ്രോസസ്സ് പോലെയുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ROMലാണ്.
പിന്നെ വരുന്നത് ഔട്ട്പുട്ട് യൂണിറ്റാണ്. ഈ ഔട്ട്പുട്ട് യൂണിറ്റാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത ഡാറ്റയൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനകത്ത് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കറൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ ഡിവൈസുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. ഇൻപുട്ട് യൂണിറ്റ് ഡാറ്റനെ ആദ്യം തന്നെ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് നമ്മുടെ ലാംഗ്വേജോ നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഇൻസ്ട്രക്ഷൻസോ ഒന്നും മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മനസ്സിലാവുള്ളൂ. ഏതാണ് ഈ ബൈനറി ലാംഗ്വേജ് പറഞ്ഞാൽ 0ഉം 1ഉം. അപ്പോൾ ഈ 0ഉം 1ഉം മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, സിസ്റ്റം അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ബാക്കി പ്രോസസ്സിങ്ങുകളൊക്കെ നടക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റ, അതായത് ബൈനറി ഫോമിലാക്കിയ ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിലെത്തും. ഈ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ഡാറ്റ CPU-യിലേക്ക്, അതായത് അതിൻ്റെ കമ്പ്യൂട്ടർ കൺട്രോൾ യൂണിറ്റുമായി അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അതായത് CPU-യിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. നമുക്ക് കോമൺ ആയിട്ട് തന്നെ CPU എന്ന് പറയാം. CPU-ക്ക് അകത്തുള്ള ഈ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റാണ് അരിത്മാറ്റിക് ഓപ്പറേഷൻ ആണോ ലോജിക്കൽ ഓപ്പറേഷൻ ആണോ എന്താ വെച്ചാൽ അത് പെർഫോം ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട്സ് ഔട്ട്പുട്ട് യൂണിറ്റ് ത്രൂ യൂസേഴ്സിന് ഡിസ്പ്ലേ ആക്കിയിട്ടും കൊടുക്കും. പിന്നെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി ഒരു 1% ഓഫ് ചാൻസിൽ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, നമ്മളതൊന്നും കൂടെ അഡ്വാൻസ്ഡ് ആണ് എന്ന് മാത്രം. ഇതും എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഡിസൈനും സ്ട്രക്ചറൊക്കെയാണ് മീൻ ചെയ്യുന്നത്. അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ് അത് ഇൻ്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻസൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലും പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ബ്ലോക്ക് ഡയഗ്രാമാണ് പഠിക്കാനുള്ളത്. ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ചോദിച്ചു കഴിഞ്ഞാലും ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ പറയാനുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്, പെരിഫറൽ ഡിവൈസുകളും അതിൻ്റെ ഫങ്ഷൻസുമാണ്. പിന്നെ ഹാർഡ്വെയർസിനെ കുറിച്ചും സോഫ്റ്റ്വെയർസിനെ കുറിച്ചും കൂടെ ഒരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അതോടുകൂടി മൊഡ്യൂൾ ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PC ആയിരുന്നു. അതായത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫിഗറാണ്. ഈ ഫിഗർ ആദ്യം വരച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. ഇൻപുട്ട് യൂണിറ്റ് CPU-യിലേക്ക് ബൈനറി ഫോമിലാക്കിയ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും. CPU എന്താണ്, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് മെമ്മറി യൂണിറ്റിൽ കീപ്പ് ചെയ്യും. എപ്പോഴാണ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം മാത്രം പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രാം പറയാനുള്ളത്. പിന്നെ നമുക്കതിനകത്തുള്ള കമ്പോണൻസ് പഠിക്കാനുണ്ട്. ഇൻപുട്ട് യൂണിറ്റും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും മെമ്മറി യൂണിറ്റും പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റും പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇനി അതും സെപ്പറേറ്റ് കുറേ തിയറി പഠിച്ച് പോയിട്ട് കാര്യമില്ല, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട്. ഓക്കെ, താങ്ക് യു.